ഇതല്ലേ എൻ്റെ മാജിക്ക്. മുതുകാട് മാജിക്ക് ഉപേക്ഷിച്ച് ചാരിറ്റി കൃഷി തുടങ്ങിയപ്പോൾ ITV ന്യൂസ് 2 വർഷം മുമ്പ് തന്നെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ആ എപ്പിസോഡിൻ്റെ ശീർഷകം ഇപ്രകാരമായിരുന്നു: മുതുകാടിൻ്റെ കഞ്ഞിയിൽ മണ്ണിട്ട പാച്ചർമാരും പാച്ചർമാരുടെ കഞ്ഞിയിൽ മണ്ണിട്ട മുതുകാടും. പാച്ചർമാർ മാജിക്ക് കാണിച്ച് മെഗാഷോയുടെ അകമ്പടിയോടെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടത്തി കാണികളെയെല്ലാം പിടിച്ചുകൊണ്ടുപോയപ്പോൾ മുതുകാട് തൻ്റെ മാജിക്ക് പരിപാടി പൂട്ടിക്കെട്ടി. എന്നിട്ട് പാച്ചർമാരും ബിഷപ്പുമാരും 10 കാശുണ്ടാക്കിയ ചാരിറ്റി കൃഷി അങ്ങ് സ്വന്തമായി തുടങ്ങി. അന്നേ മുതുകാട് ഭൂലോക ഫ്രോഡാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. അന്ന് എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തി. എന്നാൽ ഇന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായി വന്നു. സുന്ദരമായ മുഖവും ആകർഷകമായ പെരുമാറ്റവും നല്ല വാക്ചാതുര്യവും കൊണ്ട് വന്ന വഴികളിലെല്ലാം മുതുകാടിന് വഞ്ചനയുടെ കഥയാണ് പറയുവാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കൊണ്ട് ബുദ്ധിരാക്ഷസന്മാരായ ആഗോള വ്യവസായികൾ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാ നേതാക്കളെയും ഇദ്ദേഹത്തിന് വീഴ്ത്താനായി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇദ്ദേഹത്തിൻ്റെ തരികടകൾ ഞങ്ങൾ പഠിക്കുകയായിരുന്നു ഡീറ്റെയിൽഡായി. ഇദ്ദേഹത്തോടൊപ്പം മാജിക് പ്ലാനറ്റിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന സുന്ദരികളായ പെൺകുട്ടികൾ ഇവൻ മൂലം ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട്. ജീവനക്കാരിക്ക് ഇദ്ദേഹം സമ്മാനിച്ച ഗർഭം ഏറ്റെടുത്ത് ആത്മഹത്യ ചെയ്യുവാൻ നിന്ന, ജീവിതം വഴിമുട്ടി നിന്ന ആ പെൺകുട്ടിക്ക് ജീവിതം നൽകിയ മാധ്യമസ്ഥാപന ജീവനക്കാരൻ വരെ ഈ തിരുവനന്തപുരത്തുള്ളതായി ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇവന് ഇല്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ പറ്റുമെങ്കിൽ പറയട്ടെ. കോടികളുടെ സർക്കാർ ഫണ്ട് ഇവൻ്റെ നിശബ്ദ പങ്കാളിയായ ഡോക്ടർ അഷീലിൻ്റെ സഹായത്താൽ ഇവൻ അടിച്ചെടുത്തിട്ടുണ്ട്. നിരവധി പ്രമുഖ കമ്പനികളുടെ CSR ഫണ്ട് ഇദ്ദേഹം തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. സുന്ദരികളും സമ്പന്നകളുമായ ഓട്ടിസ്റ്റിക് കുട്ടികളുള്ള യുവതിമാരെ ഇവൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തെപ്പോലെ ഇവനെ കണ്ടിരുന്ന അവരിപ്പോൾ അങ്കലാപ്പിലാണ്, ഓട്ടത്തിലാണ്. പത്മ അവാർഡ് കരസ്ഥമാക്കുവാനുള്ള അവസാന ലാപ്പിലായിരുന്നു മുതുകാട്. പക്ഷേ ദൈവം ഇവനെ ഇപ്പോൾ പൊളിച്ചു തുടങ്ങി. മാജിക്കുമായി ഉപജീവനം കഴിഞ്ഞിരുന്ന പല പാവപ്പെട്ട മജീഷ്യന്മാരുടെയും കഞ്ഞിയിൽ പാറ്റയിട്ട മഹാനാണ് ഇദ്ദേഹം. ഇന്ന് ഇവനെ വെളുപ്പിക്കുവാൻ ചില മാധ്യമങ്ങൾ ഈ കള്ളനെതിരെ പറഞ്ഞാൽ അവരുടെ തലയിൽ ഇടുത്തി വീഴുമെന്ന് പറഞ്ഞു വരെ രംഗത്തെത്തിയിട്ടുണ്ട്. തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കിയിട്ടും അവർ കിടന്ന് വീണ്ടും മെഴുകുകയാണ്. വെളുപ്പിക്കുവാൻ പെടാപ്പാട് വിടുകയാണ്. നടക്കില്ല. ഈ സുമുഖനായ തെമ്മാടിയെ പൂട്ടുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം തുടരും. ഇന്നു മുതൽ മുതുകാടിൻ്റെ മാജിക് ഞങ്ങൾ അനാവരണം ചെയ്തു തുടങ്ങിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മാതാവും തൃശ്ശൂർ കൂർക്കഞ്ചേരി സ്വദേശിയും കോടതി ജീവനക്കാരിയുമായ ലളിതയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എന്റെ പേര് ലളിത എന്നാണ്, ലളിത പ്രേമം. ഞാൻ വിളിക്കുന്നത് തൃശ്ശൂർ കുറുക്കഞ്ചേരി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ചാനൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇപ്പൊ സംസാരിച്ചിട്ട് മറ്റൊരു കാര്യത്തിനല്ല, കുറച്ച് ദിവസങ്ങളായി ഇപ്പൊ നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ കുറിച്ച് മുതുകാടിന്റെ കുറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്റെ മോള് ഒരു ഭിന്നശേഷി കുട്ടിയാണ്. ഈ സങ്കടം കൊണ്ട് എനിക്ക് സംസാരിക്കാൻ തന്നെ സാധിക്കുന്നില്ല. എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികളെ സംരക്ഷിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളും വേദനകളും ആ കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അറിയുള്ളൂ. പക്ഷെ ആ കുട്ടികളുടെ കാര്യം പറഞ്ഞ് ആ കുട്ടികളെ വിറ്റ് കാശാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇത് വളരെ വളരെ മോശപ്പെട്ട കാര്യമല്ലേ? ഈ തൃശ്ശൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും നോക്കാതെ കണ്ട് ആ കുട്ടികളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ട് ഇവരിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട്, നന്നായി ചിത്രം വരയ്ക്കുന്നവര്, ആടാനും പാടാനും കഴിവുള്ള കുട്ടികള്. അതുപോലെ ഏത് മേഖലയിലും ഈവൻ ഈ നോർമൽ കുട്ടികളെക്കാട്ടിലും ഒരു പടി, നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു പടി മുന്നിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഈ കുട്ടികളെ ഈ സമൂഹം തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ച് നിർത്തിയിരിക്കണേ. നവംബറിൽ ഈ കലോത്സവം ഇപ്പൊ ഇന്നലെ കൊടിയിറങ്ങിയില്ലേ, അതേപോലെ കലോത്സവങ്ങൾ ഇവർക്കുണ്ട്. ഒരു ചിത്രം പോലും ഈ കുട്ടികളുടെ ഒരു ചാനലിന് വരില്ല, ഒരു ചാനലിനല്ല ഒരു പത്രത്തിലും വരെ വരില്ല. എന്റെ കുട്ടി എന്ന് പറയുന്നത് അവൾക്ക് ഒരു നേരിയ കുട്ടിയാണ്. പക്ഷെ അവൾക്ക് ജന്മസിദ്ധമായ കഴിവെന്ന് പറയുന്നത് പാട്ടാണ്. അത് വളരെ കൊച്ചുനാളെ തൊട്ടിട്ട് അവള് അത് പഠിച്ചു നന്നായി സ്റ്റേറ്റ് ലെവലിലും ജില്ലാ കലോത്സവങ്ങൾക്ക് ഹാട്രിക്കും
ഒക്കെ വാങ്ങിയിട്ടുള്ള കുട്ടിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. മോളുടെ പേര് പ്രീതുമോൾ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പൊ കൈ നീട്ടി സ്വീകരിച്ച് ഒരു തരത്തിലുള്ള ഇതൊന്നും കണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി ഈ റിസോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്നു പറഞ്ഞ ട്രെയിനിങ് കൊടുത്ത അധ്യാപകരാണ് അവരെ പഠിപ്പിക്കുക. നമുക്കൊരു രൂപ പോലും, നമുക്കെന്ന് എല്ലാ കുട്ടികൾക്കും ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് അവരൊക്കെ കൈ നീട്ടി സ്വീകരിച്ചത്. പല സ്കൂളുകളുണ്ട് ഇവിടെ, അവരുടെ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് അതൊക്കെ. മുതുകാടിന്റെ ഇതിൽ എന്ത് തോന്നി? അത് 100 ഫ്രോഡാണ് അയാള്. പിന്നെ പറയാനുണ്ടോ നിങ്ങളെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനിക്ക് ഏറ്റവും അധികം സങ്കടകരമായി തോന്നിയത് നമ്മുടെ ഷാജിസ് കറിയ. അയാള് ഈ ഒരു കുറച്ച് മുന്നേ ഒരു അൻവറിന്റെ കേസിലൊക്കെ ആക്കിയിട്ട് ഇയാൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായില്ലേ. അയാള് ഈ ഷാജിസ് കറിയക്ക് വേണ്ടി നെഞ്ചു പൊട്ടി നമ്മള് പ്രതികരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ദൈവത്തിന് വിളിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഈ മനുഷ്യൻ അവിടെ പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് എന്താ പറയാ, അയാൾ ഈ മുതുകാട് ചെയ്തൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? സത്യം മനസ്സിലാക്കാതെ ഇതൊക്കെ എന്തുമാതിരിയാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചെന്നൊക്കെ. അതോടുകൂടി അയാൾക്കുള്ള ഇമേജ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇയാൾ ഇത്ര തെമ്മാടിയെന്ന് നമ്മൾ കരുതിയിട്ടായിരുന്നില്ല ഈ ഷാജസ് കറിയ എന്ന് പറയുന്ന മനുഷ്യൻ. മനസ്സിലായോ? ഒരു വാർത്ത ചെയ്യുമ്പോൾ അതും ഭിന്നശേഷി കുട്ടികള്. അപ്പൊ ഇയാളുടെ ഈ പ്ലാനറ്റിൽ മാത്രമല്ല, ഒരു 100-300 കുട്ടികൾ മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിരിക്കും 10 എന്താ പറയാ ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും ഒരു പഞ്ചായത്തിൽ തന്നെ. അപ്പൊ അവർക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളൊക്കെ അങ്ങനെ അടിച്ചു മാറ്റുക, എന്നിട്ട് ഇയാള് മാത്രം ദൈവതുല്യത ഒക്കെ പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും മോശകരമായ കാര്യമല്ലേ? അപ്പൊ 40, 50, 60 വർഷത്തോളം പഴക്കമുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടെ തൃശ്ശൂര്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ പിന്നെ അതിലേക്ക് ഇൻവോൾവ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൾക്ക് പ്രശ്നം വന്നപ്പോഴാണ്. അപ്പൊ അവൾക്കൊരു ചെറിയ ഇതുള്ളൂ, അവള് മൈൽഡാണ്. അവള് ശേഷി ഡിസബിലിറ്റിയിൽ അവള് മൈൽഡാണ്. സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനോ ഇവൻ ചെയ്യുന്നത് ശുദ്ധ തമ്മാടിത്തരാണ്, ശുദ്ധ തമ്മാടിത്തരം ഈ മുതുകാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ വെള്ളം പൂശാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. മുതുകാടിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികള് ഈ ഓരോ കുട്ടിയും സാറേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് നല്ലൊരു കഴിവ് കൊടുക്കുന്നുണ്ട്. എന്റെ മോൾക്ക് ഡെലിവറിയിൽ പറ്റിയ ചെറിയൊരു ഇതാണ് ഞരമ്പിന് റൈറ്റിംഗ് റീഡിങ്. ഞാനൊരു കോളേജ് സ്റ്റാഫായിരുന്നു കേട്ടോ. അപ്പൊ റിട്ടയർ ചെയ്തു. നമ്മുടെ ബ്രെയിനിൽ വളരെ മൈന്യൂട്ട് ആയ ഏരിയകളുണ്ട്. അപ്പൊ എന്റെ മോൾക്ക് പോയിരിക്കുന്നത് റൈറ്റിംഗ് ആൻഡ് റീഡിങ്, അതൊക്കെ വളരെ വളരെ മൈന്യൂട്ട് അല്ലേ. ആ ഒരു ഇത്തിരി ഇതില് ഒരു ഇത് വന്നു, ക്രാക്സ് വന്നു. അതാണ് അവൾക്ക് പറ്റിയത്. പക്ഷെ അവൾക്ക് നടക്കാനോ ഇരിക്കാനോ മറ്റും പാടാനോ വേറെ ഒരു പ്രശ്നമില്ല അവൾക്ക്. എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യും അവള്. നല്ല ഓർമ്മശക്തിയാണ്, നന്നായി പാടുകയും ചെയ്യും ആ കുട്ടി. 4 വർഷം ശാസ്ത്രീയ സംഗീതം ഗവൺമെന്റിന്റെ എടുത്തിട്ട് ഡിപ്ലോമ എടുത്ത കുട്ടിയാണ്. അപ്പൊ അവള് ഈ സ്കൂളിൽ ഇപ്പൊ അവൾക്ക് ഇത് ആയിട്ട് കിട്ടിയിട്ട് മ്യൂസിക്കിന്റെ ട്രെയിനിങ് ആയിട്ടേ ഇപ്പൊ അവൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ വീട്ടിലുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ എന്റെ മകളെക്കാട്ടും മോശമായ അവസ്ഥയുള്ള കുട്ടികളുണ്ട്, വളരെയധികം ഉള്ള കുട്ടികളുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാൻ ഇതിന്റെ വളരെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളതെല്ലാം ചിന്തിക്കും. നമ്മൾ എത്ര അതിന് നമ്മുടെ കാലശേഷം നമ്മുടെ കുട്ടികൾക്ക് എന്ത് എന്നുള്ളൊരു ചിന്തയെ നമുക്ക് ഉണ്ടായിരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളുടെ. അങ്ങനെയൊക്കെയുള്ള അമ്മമാരുടെ ഈ ഫോൾട്ടിനെ കയറി പിടിച്ച് ഇത് എന്താ പറയാ ഇതിനെ കയറി പിടിച്ചിട്ട് ഇയാള് ചെയ്യുന്നത് ആ കുട്ടികളെ അവിടെ ഇരുത്തിട്ട്. ഇപ്പൊ ആ ഷിഹാബിന്റെ തന്നെ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാല് 2 കൈയും ഇല്ല, കാലില്ലാത്ത വ്യക്തിയോടൊക്കെ നടന്നു വരാൻ പറയുന്നത് എത്ര തെമ്മാടിത്തരം ക്രൂരതരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഓർത്തു നമുക്കോ ലിമിറ്റേഷൻ ഉണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ. എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ ജെനുവിനായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ നമ്മൾ ഉപദ്രവിക്കേണ്ടെന്ന് കരുതി പലപ്പോഴും എന്നോട് ഒത്തിരി പേര്, അതായത് ഫ്രോഡാക്കിയത് കൊണ്ട് തന്നെ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 1-2 പേര് എന്നോട് ഈ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ഇവന്റെ തരികിടകളൊക്കെ പറയുകയും ചെയ്തപ്പോഴും ഞാൻ ഓർത്തു ഇദ്ദേഹം ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം കിട്ടുന്ന കിട്ടിക്കോ നമുക്ക് ഉപദ്രവിക്കേണ്ടെന്ന് കരുതി വിട്ടതാ. ഭൂലോക ഫ്രോഡും അത് മാത്രമല്ല എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് സർക്കാരുകളുടെയും യൂസഫലിയുടെയും അടക്കം കോടികളുടെ ഫണ്ട് മേടിച്ച്. ഞാൻ ആദ്യമേ ഒരു വാർത്ത ചെയ്തിരുന്നു, ഞങ്ങളുടെ ഈ മെത്രാമാരും ബിഷപ്പുമാരും കണ്ടുപിടിച്ച് ഇവരിപ്പോ ഇവന്റെ പണി നിർത്തും, ചാരിറ്റി കച്ചവടമായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ എന്നെ കുറെ പേര് കൊല്ലാൻ വന്നു. സുല്ലേ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കരുത്, അതായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് അടങ്ങിയെന്ന്. ഞാൻ അന്ന് പറഞ്ഞു വെച്ചത് 2 വർഷം മുമ്പ് എന്റെ വീഡിയോ കിടപ്പുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് ഇന്ന് എക്സാക്ട് യാഥാർത്ഥ്യമായി. ഞാനിത് ഇയാളുടെ ഇതെന്താ പോയി പ്ലാനറ്റ് ഇയാൾ തുടങ്ങുന്നത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഫ്രോഡാണത്, ശരിയാവില്ലാന്ന്. പിന്നെ വേറെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ പഠിപ്പിക്കുന്നവരെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അവർക്ക് വളരെ കുറഞ്ഞ സാലറിയാണ് അവർക്ക് കിട്ടുന്നത്. ഇയാള് പഠിപ്പിച്ചുണ്ടാക്കുന്നതല്ലത്. ആ കുട്ടികൾ അവിടെ ഓൾറെഡി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ
അല്ലാണ്ട് അയാൾ പഠിപ്പിച്ചുണ്ടാക്കിയതൊന്നുമല്ല. അവിടെ ഒരു അതിനെ പറ്റിയൊരു അധ്യാപകർ പോലും ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ അതിവിനയം ഇങ്ങനെ സംസാരിക്കുന്നവരെ നമ്മൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇത് പറയുന്നതെന്നറിയാ, എന്റെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളൊന്നും ഇല്ല. എന്റെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളില്ല. അപ്പൊ എന്റെ ഒക്കെ അവന്റെ ഔദാര്യം, അവന്റെ ഔദാര്യം ഒന്നുമില്ല. അവന്റെ എന്താ ഔദാര്യം? ഇപ്പൊ സർക്കാരിൽ നിന്ന് കിട്ടുന്നതല്ലേ ഈ കുട്ടികൾക്ക്. അതൊന്നും മനസ്സിലാക്കാതെ കണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ വളരെ മോശമായുള്ള കാര്യങ്ങളാണ്. വളരെ മോശമായ കാര്യങ്ങളാണ്. മുതുകാടിന്റെ തട്ടിപ്പിന് ഇരയായവർക്കും ഇദ്ദേഹത്തിന്റെ തരികടകൾ അറിയാവുന്നവർക്കും ഞങ്ങളെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.